ഞാൻ പുതിയ ഹെൽപ്പറെ വെച്ചു ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ ഹെൽപ്പർ നമ്മളെ കാത്തുമ്മയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു നമുക്ക് വർക്ക് ഉണ്ട് കേട്ടോ. ഞാൻ വർക്കിന് പോകാൻ വേണ്ടി ഫുൾ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴേക്കും മേട്ടം പെട്ടിയും കാര്യങ്ങളൊക്കെ ഏറ്റുന്നുണ്ട്. നമ്മൾ കറക്റ്റ് 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം വർക്കിന് പോകുമ്പോൾ നമ്മളെ കാത്തുമ്മയും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് എൻ്റെ ഡ്രസ്സ് ഫുഡ് കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്നലെ രാത്രി അവളെ കുളിപ്പിച്ച് കിടത്തുകൊണ്ട് തന്നെ അവളുടെ എടുത്ത് പോക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ എടുക്കുമ്പോഴേക്കും ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 2 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത 2:45 3 മണിയാകുമ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ അവിടെ എത്തുകയും ചെയ്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് നമ്മളെ കാത്തും ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കണു. ഇനി എന്താവും ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബ്രൈഡ് ഫ്രഷ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രൈഡിൻ്റെ പേര് അമൃത എന്നാണ്. അവൾ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. നമ്മളോട് ഒരുപാട് കാര്യങ്ങളും അഭിപ്രായങ്ങളും വർത്താനെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആ മേക്കപ്പിൻ്റെ ഇടയിലും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ ഏട്ടനെ അവൾ കൊന്നുകൊണ്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ പ്രതികരിച്ച് എൻ്റെ ഒക്കത്ത് വരുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും പറയാൻ നിന്നില്ല. ഞാൻ മെല്ലെ എൻ്റെ മേക്കപ്പിലേക്ക് തന്നെ റിട്ടേൺ വന്നു. അങ്ങനെ അത് ആ ഫേസ് മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മേക്കപ്പൊന്നും പറയില്ല, ലൈറ്റ് മേക്കപ്പ് മതിയെന്ന്. അതേപോലെ തന്നെ ഈ പ്രശ്നത്തെ മേക്കപ്പിലേക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാത്തുമ്മയായിരുന്നു എനിക്ക് ഹെൽപ്പറായിട്ട് കൂടെ നിന്നത് സ്ലൈഡ് എടുത്ത് തരാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. അവളിതെല്ലാം ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്ത് തന്നത്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. അവളെ ചെറിയ കാണുമ്പോൾ നമ്മൾ ഹാപ്പി. അവൾ കരഞ്ഞിരിക്കാൻ എനിക്ക് വിഷമം തോന്നിയാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ അതാണ് അവൾ ബ്രൈഡിൻ്റെ ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് സാരി നമുക്കുണ്ടായിരുന്നു. അതൊന്നും ഞാൻ പറയണ പോലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലും തന്നെ വർക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ ഞാൻ ടെൻഷൻ അടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. നമ്മൾ കാത്തുമ്പോൾ ഫുൾ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബൈ.